പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ,
പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വചനം എന്താ നമുക്ക് നിർദ്ദേശം എന്താ അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ആവശ്യ സമയത്ത് വാഗ്ദാന പേടകത്തെ സമീപിക്കണം. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു, പുതിയ നിയമത്തിൽ അങ്ങനെയാണ്. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോ സമീപിക്കണം. ഈശോ സമീപിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഈ വരുന്ന 10 ദിവസങ്ങൾ പറയാൻ പോണത്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതിൻ്റെ അടിസ്ഥാന വചനം ഏതാണ്? ഹെബ്രായർ 4:16 വായിച്ചേ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ വേണ്ട സമയത്ത് നമുക്ക് എന്താണ്? കരുണ കിട്ടണം. പിന്നെ എന്ത് കിട്ടണം? കൃപ കിട്ടണം. അപ്പം ഈ കരുണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മാതാവിനെ, ദൈവത്തിൻ്റെ കരുണ നമുക്ക് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഈ ഉടമ്പടിക്കാരെ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഈ 10 ദിവസം പറയണത്. 4:16 ഹെബ്രായർ. എന്താ അത് പറയണത്? വേണ്ട സമയത്ത് കരുണയും കൃപാവരവും പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാൻ. കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്തോസ് 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഇപ്പം എന്താ വിഷയം എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലോ, 8855 വാഗ്ദാനങ്ങളാണ് ദൈവം മനുഷ്യർക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഈ സകല വാഗ്ദാനങ്ങളിൽ A to Z കാര്യങ്ങളുണ്ട്. കൃപയുടെ സിംഹാസനം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മുഴുവൻ വാഗ്ദാനങ്ങൾ 4000 കൊല്ലമെടുത്ത് വെളിപ്പെടുത്തിയ ദൈവവചനത്തിലെ 8855 വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ എന്താണ്? അതേ തന്നെയാണ്. അപ്പം ക്രിസ്തുവിനെ നമ്മൾ ഈ ദിവസം നോക്കാൻ പോണത് എന്താണ്? ക്രിസ്തുവിനെ, സകല വാഗ്ദാനങ്ങളുടെയും സിംഹാസനമായ ക്രിസ്തുവിനെ സമീപിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ഓരോ വഴികളാണ് അവലംബിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുക. അപ്പോൾ വാഗ്ദാന പേടകം നിലയിലെ ഹെബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന വഴികൾ എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മൾ അതിനുവേണ്ടി ഉടമ്പടി ഉപയോഗിക്കണത് എന്താണ്? ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉടമ്പടി ഉപയോഗിക്കുന്നത് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. അതൊരു ദൈവാന്വേഷണമാണ്. പിന്നെ എന്താണ് കാര്യം? അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിശ്വാസം ജനിക്കും, വളരും നമ്മുടെ വിശ്വാസം. പിന്നെ നമ്മൾ ആതുര സേവനം ചെയ്യും. ഇന്നലെ എന്ത് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഒരു ദിവസം 50 പൊതിച്ചോറ് എൻ്റെ കൈകൊണ്ടുണ്ടാക്കി രോഗികൾക്ക് കൊടുക്കും. എല്ലാ ദിവസവും അത് ചെയ്യണില്ല. എല്ലാ ദിവസവും ചെയ്താൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലല്ല. ചിലപ്പോൾ അല്ലെങ്കിൽ അത്ര കോടീശ്വരന്മാരായിരിക്കണം നമ്മളെ. അങ്ങനെയല്ല. അവർ പറയണത്, എനിക്കൊരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 50 പൊടി പൊതിച്ചോറ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പക്ഷേ ഇത് ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടിയിൽ ഈ പറഞ്ഞ വചനമാണ്. എന്താണ്? 11:6 ഒന്നൊരു വായിച്ചേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസം. അപ്പോൾ ഇപ്പം ഇതിൻ്റെ വിഷയം വിശ്വാസത്തെ നമ്മൾ
പ്രവൃത്തി കൂടെ അതിനെ ചേർക്കുകയാണ്. യാക്കോബ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതെ. അപ്പം നമ്മളെ ചില വിശ്വാസം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചുമ്മാ വിശ്വസിക്കുക, ഞങ്ങൾക്ക് വിശ്വസിക്കുക മാത്രം ചെയ്യും. പക്ഷേ വിശ്വാസത്തിന് 2 തരമുണ്ട്. സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള നിർജീവ വിശ്വാസമല്ല, സജീവ വിശ്വാസമാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, ഇല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് അതിൽ ആതുര സേവനമുണ്ട്, വചന വായനയുണ്ട്. ഇതെല്ലാം ഈ ഹെബ്രായർ 11:6 അനുസരിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനുള്ള വഴികളാണ്. അതൊന്ന് വായിച്ചേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്ന വഴികളാണ് ഉടമ്പടിയിലുള്ള പരസ്യ പ്രവർത്തികളും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വചന വായനയും അതിൻ്റെ ഉള്ള എല്ലാ ആത്മീയ അഭ്യാസങ്ങളും. അപ്പോൾ ആ ഒരു ദൈവാന്വേഷണമാണെന്നുള്ള ബോധത്തിൽ വേണം നമുക്കത് ചെയ്യാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ.